എല്ലാവർക്കും ഉയർപ്പ് തിരുനാളിൻ്റെ ഈസ്റ്ററിൻ്റെ ആശംസകൾ. മരണം ഒന്നിൻ്റെയും അന്ത്യമല്ല എന്ന സനാതന സത്യത്തിൻ്റെ സന്ദേശമാണ് ഈസ്റ്റർ ഉയർപ്പ് തിരുനാൾ ലോകത്തിന് നൽകുന്നത്. പെസഹ വ്യാഴാഴ്ചയുടെയും ദുഃഖ വെള്ളിയുടെയും പീഡാനുഭവങ്ങൾക്ക് ശേഷമുള്ള ദാരുണമായ കുരിശുമരണത്തിനും ശേഷം ഒരു ഉയർപ്പ് ഉണ്ട് എന്ന ഒരു സന്ദേശമാണ് ഈസ്റ്റർ നമുക്ക് നൽകുന്നത്. നമ്മുടെ ഭാരതത്തിൻ്റെ തനത് സ്വത്താണ് ഉപനിഷത്തുകൾ. ബൃഹത് ആരണ്യക ഉപനിഷത്തിലെ ഒരു ശ്ലോകമാണ് ഞാൻ നിങ്ങളോട് പങ്കുവയ്ക്കുന്നത്. അസതോ മാ സദ്ഗമയ, തമസോ മാ ജ്യോതിർഗമയ, മൃത്യോർമ അമൃതം ഗമയ. അസത്യത്തിൽ നിന്ന് സത്യത്തിലേക്ക്, ഇരുട്ടിൽ നിന്നും പ്രകാശത്തിലേക്ക്, മരണത്തിൽ നിന്നും അനശ്വരതയിലേക്ക് ദൈവമേ എന്നെ നയിക്കണമേ. ഇന്ന് മനുഷ്യകുലത്തെ ഏറ്റവും കൂടുതൽ ഭയപ്പെടുത്തുന്നത് അജ്ഞതയും അതുമൂലമുണ്ടാകുന്ന ഭയങ്ങളുമാണ്. നമുക്ക് വളരെയേറെ പേടികളുണ്ട്. ഇന്നിപ്പോൾ ആറ്റം ബോംബുകളോ വെടിക്കോപ്പുകളോ അല്ല നമ്മളെ പേടിപ്പെടുത്തുന്നത്. അതിനൊക്കെ പല രാഷ്ട്രീയ നിയന്ത്രണങ്ങളുണ്ട്. ഇന്ന് നമ്മുടെ തലമുറകളെ നശിപ്പിക്കുന്ന, അതുവഴി രാജ്യത്തെയും മനുഷ്യകുലത്തെയും നശിപ്പിക്കുന്ന, മനുഷ്യൻ്റെ ആരോഗ്യം നശിപ്പിക്കുന്ന പുകയിലയും മദ്യവും കഞ്ചാവും കറുപ്പും കൊക്കൈനും MDMAയും അടക്കമുള്ള വിവിധ ലഹരി പദാർത്ഥങ്ങളാണ്. ഇത്തരം ലഹരി പദാർത്ഥങ്ങൾക്കെതിരെ വ്യാപകമായ ബോധവൽക്കരണവും ശക്തമായ നിയമ നടപടികളും അത്യാവശ്യമാണ്. അതിനെ പ്രേരിപ്പിക്കുവാനും അതിനുവേണ്ടി പ്രവർത്തിക്കുവാനും നമുക്ക് കടമയുണ്ട്, മുതിർന്ന തലമുറയ്ക്കും കടമയുണ്ട്. എന്നാൽ ഈ കാർമേഘങ്ങൾക്കിടയിലും നമുക്ക് പ്രതീക്ഷയ്ക്ക് വകയുണ്ട് എന്നതാണ് ഈസ്റ്ററിൻ്റെ സന്ദേശം, ഉയർപ്പ് തിരുനാളിൻ്റെ സന്ദേശം. തൻ്റെ ആവശ്യങ്ങൾ നിറവേറ്റാനുള്ള അറിവുകൾ തേടിയുള്ള യാത്രയിലാണ് മനുഷ്യൻ. വിശപ്പും രോഗവും മരണവും എന്നും മനുഷ്യൻ്റെ വെല്ലുവിളികൾ തന്നെയാണ്. ഇരുട്ടിലൂടെയുള്ള ഈ യാത്രയിൽ പ്രകാശ ഗോപുരങ്ങളായി ശാസ്ത്രജ്ഞരും തത്വജ്ഞാനികളും സാമൂഹ്യ പരിഷ്കർത്താക്കളും പല കാലഘട്ടങ്ങളിൽ രംഗപ്രവേശനം ചെയ്തിട്ടുണ്ട്. എന്നാൽ അവരോട് മനുഷ്യകുലം നീതി പുലർത്തിയിട്ടുണ്ടോ എന്നത് പ്രസക്തമായ ഒരു ചോദ്യമാണ്. സോക്രട്ടീസിന് വിഷം കൊടുത്തു കൊന്നു, യേശുവിനെ കുരിശിൽ തറച്ചു കൊന്നു, ഗലീലിയോവിനെ തടങ്കലിലിട്ട് പീഡിപ്പിച്ചു കൊന്നു, എബ്രഹാം ലിങ്കനെയും മഹാത്മാഗാന്ധിയെയും തോക്കിനിരയാക്കി. എന്നിട്ടും നമ്മൾ പീലാത്തോസുമാരെയും ഗോഡ്സെമാരെയും ന്യായീകരിക്കാൻ തുടങ്ങി. ദീപങ്ങളൊക്കെ കെടുത്തി ഞാൻ പ്രാർത്ഥിച്ചു, ദീപമേ നീ നയിച്ചാലും എന്ന ONV കുറുപ്പിൻ്റെ കവിതാശകലം ഇവിടെ വളരെ പ്രസക്തമാണ്. വിളക്ക് കൊളുത്തി പറയുടെ അടിയിൽ വെച്ചാൽ എങ്ങനെ പ്രകാശം ലഭിക്കും? കാർഡിനൽ ന്യൂമാൻ്റെ പ്രശസ്തമായ കവിതയാണ് ലീഡ് കൈൻഡ്ലി ലൈറ്റ്, പ്രകാശമേ നയിച്ചാലും. ലീഡ് കൈൻഡ്ലി ലൈറ്റ് amid the encircling gloom, lead thou me on. The night is dark and I am far from home, lead thou me on. Keep thou my feet, I do not ask to see the distant scene, one step enough for me. I was not ever thus, nor prayed that thou should lead me on. I love to choose and see my path, but now lead thou me on. I loved the garish day, and spite of tears, pride ruled my will. Remember not past years, so long thy power hath blessed. മനുഷ്യകുലത്തിൻ്റെ വലിയ പ്രതീക്ഷയും പ്രകാശവുമാണ് യേശു. മനുഷ്യ രക്ഷയ്ക്ക് വേണ്ടിയാണ് യേശു ലോകത്തിലേക്ക് വന്നത്.
മനുഷ്യകുലത്തിൻ്റെ പാപങ്ങൾക്ക് പരിഹാരമായി. എന്നാൽ വ്യക്തമായൊരു സാമൂഹ്യ കാഴ്ചപ്പാടുണ്ടായിരുന്നു യേശുവിന്. അന്ന് നിലവിലുണ്ടായിരുന്ന അധികാര ദുർവിനിയോഗത്തെ ചോദ്യം ചെയ്തുകൊണ്ട് അധികാരം ആണെന്ന് അദ്ദേഹം പഠിപ്പിച്ചു. യഹൂദ മതത്തിൽ നിലനിന്നിരുന്ന അർത്ഥരഹിതങ്ങളായ നിയമങ്ങളെയും അദ്ദേഹം ചോദ്യം ചെയ്യുകയും ലംഘിക്കുകയും ചെയ്തു. മനുഷ്യൻ സാപത്തിന് വേണ്ടിയല്ല, സാപത്ത് മനുഷ്യന് വേണ്ടിയാണ് എന്ന ഒരു തത്വം അതിലൂടെ അദ്ദേഹം പറഞ്ഞത് നിയമങ്ങളൊക്കെ മനുഷ്യന് വേണ്ടിയാണ്, അല്ലാണ്ട് നിയമത്തിന് വേണ്ടി മനുഷ്യനല്ല എന്ന സന്ദേശമാണ്. രക്ഷ പ്രാപിക്കണമെങ്കിൽ എന്ത് ചെയ്യണമെന്ന യഹൂദ നിയമജ്ഞൻ്റെ ചോദ്യത്തിന് ദൈവത്തെ സ്നേഹിക്കുക, അയൽക്കാരനെ സ്നേഹിക്കുക എന്നീ 2 നിർദ്ദേശങ്ങളാണ് യേശു നൽകിയത്. വ്യക്തിയുടെയും സമൂഹത്തിൻ്റെയും രക്ഷയ്ക്ക് ദൈവിക തലവും മാനുഷിക തലവും ഉണ്ടെന്ന യാഥാർത്ഥ്യമാണ് യേശു അതിലൂടെ അവതരിപ്പിച്ചത്. രക്ഷ പ്രാപിക്കാൻ ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് ഇരുന്നാൽ മാത്രം പോരാ, മനുഷ്യരുടെ പ്രശ്നങ്ങളിൽ ഇടപെടുക കൂടി വേണം എന്നർത്ഥം. കാണപ്പെടാത്ത ദൈവത്തെ സ്നേഹിക്കുന്നു എന്ന് അവകാശപ്പെടുകയും കാണപ്പെടുന്ന സ്വന്തം സഹോദരനെ വെറുക്കുകയും ചെയ്യുന്നവൻ നുണയാണ് പറയുന്നത് എന്ന് യേശു ശിഷ്യനായ യോഹന്നാൻ പറയുന്നു അദ്ദേഹത്തിൻ്റെ ലേഖനത്തിൽ. അതായത് ദൈവസ്നേഹം പ്രകടിപ്പിക്കേണ്ടത് മനുഷ്യ സ്നേഹത്തിലൂടെയാണ്, സഹോദരനെ സ്നേഹിക്കുന്നതിലൂടെയാണ് എന്നാണ് അർത്ഥം. ഇഹലോകത്തിലെ സുഖങ്ങൾ ത്യജിച്ചുകൊണ്ടും സ്വയം പീഡിപ്പിച്ചുകൊണ്ടും മരണാനന്തരം കിട്ടാനിരിക്കുന്ന സ്വർഗരാജ്യത്തെ സ്വപ്നം കണ്ടുകൊണ്ടിരിക്കുന്ന പരമ്പരാഗത ആത്മീയതയിൽ നിന്നും സാമൂഹ്യ പ്രതിബദ്ധതയുടെ പുതിയ ആത്മീയ ദർശനമാണ് യേശു നൽകിയത്. ആരാണ് എൻ്റെ അയൽക്കാരൻ എന്ന യഹൂദ പണ്ഡിതൻ്റെ ചോദ്യത്തിന് ജെറൂസലത്ത് നിന്ന് ജെറീക്കോയിലേക്കുള്ള വഴിയിൽ കൊള്ളക്കാരുടെ ആക്രമണത്തിൽ പരിക്കേറ്റ് മൃതപ്രായനായി കിടന്ന ഒരു മനുഷ്യനെ ശുശ്രൂഷിക്കുന്ന സമറിയക്കാരൻ്റെ ഉപമയാണ് യേശു നൽകിയത്. അന്നത്തെ യഹൂദ സമൂഹത്തിന് ഏറ്റവും വെറുക്കപ്പെട്ട വിഭാഗമാണ് സമറിയക്കാർ. ഒരു മനുഷ്യന് സംഭവിച്ച ദുരന്തം കണ്ട് പ്രതികരിക്കാതെ ആദ്യം കടന്നുപോയത് പുരോഹിതനായിരുന്നു. പിന്നീട് ഉന്നത കുലത്തിൽപ്പെട്ട ലേവ്യനും. പുരോഹിതൻ്റെ കപട ദൈവികതയോ ലേവ്യൻ്റെ മഹിമയോ കുലമഹിമയോ അല്ല, സമറിയക്കാരൻ്റെ മനുഷ്യത്വവും കരുതലുമാണ് സമൂഹത്തിന് വേണ്ടത്. അതാണ് നല്ല മനസ്സ്, അവിടെയാണ് സമാധാനം, അവിടെയാണ് ഈസ്റ്റർ. കർത്താവേ കർത്താവേ എന്ന് വിളിച്ചുകൊണ്ടിരിക്കുന്നവനല്ല, ദൈവത്തിൻ്റെ ഇഷ്ടം നിറവേറ്റുന്നവനാണ് ദൈവരാജ്യത്തിന് അവകാശി എന്ന് യേശു സ്പഷ്ടമായി പറഞ്ഞു. എന്താണ് ദൈവത്തിൻ്റെ ഇഷ്ടം? മത്തായിയുടെ സുവിശേഷത്തിൽ ഇത് വ്യക്തമാക്കുന്നുണ്ട്. വിശക്കുന്നവർക്ക് ഭക്ഷണം നൽകുക, ദാഹിക്കുന്നവർക്ക് കുടിക്കാൻ നൽകുക, പരദേശിക്ക് അഭയം നൽകുക, നഗ്നന് വസ്ത്രം നൽകുക, രോഗികളെ ശുശ്രൂഷിക്കുക, ജയിലിൽ കിടക്കുന്നവരെ കണ്ട് ആശ്വസിപ്പിക്കുക എന്നീ 6 കാര്യങ്ങൾ ചെയ്യുന്നവരാണ് ദൈവരാജ്യത്തിൽ പ്രവേശിക്കുക എന്ന് യേശു പറയുന്നു. സാമൂഹ്യ പ്രതിബദ്ധത നിറവേറ്റുന്നതാണ് ഏറ്റവും വലിയ ആത്മീയത എന്ന് യേശു വ്യക്തമാക്കുന്നു. നമ്മൾ നമ്മുടെ ഈ കാലഘട്ടത്തിൽ നമ്മുടെ സാമൂഹ്യ കടമകൾ നിറവേറ്റുന്നുണ്ടോ എന്ന് ആത്മപരിശോധന നടത്തണം ഓരോരുത്തരും. ഈസ്റ്റർ ഈസ് നോട്ട് എ ഡേ ഓർ എ സീസൺ but a condition of heart and mind. If we love our neighbors as ourselves, if in our riches we are poor in spirit and in our poverty we are rich in grace, if when our brother asks for a loaf we give him ourselves instead, if each day dawns in opportunity and sets in achievement, however small, then every day is the day for Jesus and Easter is always near. എല്ലാവർക്കും 2025 ഈസ്റ്ററിൻ്റെ ആശംസകൾ. നമുക്ക് ലഹരിക്കെതിരെ പ്രതികരിക്കാം, പ്രവർത്തിക്കാം. ലഹരി വേണ്ടേ വേണ്ട. എല്ലാവർക്കും കേട്ടിരുന്ന എല്ലാവർക്കും നന്ദി.